ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാനും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? ചൂടിന് വല്ല ഇതും ഉണ്ടോ? രാവിലത്തെ ചൂട് ഓർമ്മിച്ച ഉച്ച കഴിഞ്ഞ് മഴയാണെന്ന് നമുക്ക് അപ്പോഴേ പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാനിന്ന് കിച്ചണിലിരുന്ന് തന്നെയാണ് ഇൻ്റർവ്യൂ പറയുന്നത്. ഇൻ്റർവ്യൂ എന്നല്ല, ഇല്ല, അതിന് പോയപ്പോൾ തൊട്ടേ ഇൻ്റർവ്യൂ എന്നുള്ള ഇതായിപ്പോൾ ഇൻ്റർവ്യൂ പറയുന്നത്. അപ്പം ഇന്നെന്താണ്, ഇന്നലെയും മെനിയാന്നും എല്ലാം തീ ഇടിയാണ്. ഇന്നും ഉച്ചയ്ക്ക് നമുക്കൊരു 1 മണിയൊക്കെ കഴിയുമ്പോഴേ പ്രതീക്ഷിക്കാം ഇടിയും മഴയും. അപ്പം നമുക്കതിന് മുമ്പേ ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ രാവിലെ അപ്പവും ചുട്ട് ഗ്രീൻ പീസ് കറിയും വെച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം പാത്രമൊക്കെ കഴുകിയെല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് ബാക്കി ഒത്തിരി അപ്പത്തിൻ്റെ മാവ് കൂടി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമായിരുന്നു, അതിൻ്റെ ബാക്കി ഒത്തിരി മാവ് കൂടി ഇരുന്നു. അതെടുത്ത് ഞാനിപ്പോൾ അങ്ങ് ചുട്ട് കാസ്ട്രോളിലേക്ക് ഇങ്ങോട്ട് വെച്ചു. നീ കണ്ടോ, ഇത് സൂപ്പർ അപ്പമായിരുന്നു. നീ കണ്ടോ, അപ്പം ബാക്കിയും കൂടെ ചുട്ട് ഞാനങ്ങ് വെച്ചു. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് പോയല്ലോ, നമ്മുടെ ഫ്രിഡ്ജ് പോയല്ലോ. അപ്പം ഇനി മാവ് വെച്ച് വയ്ക്കാനോ ഒന്നിനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതാക്കി അപ്പം അങ്ങ് ചുട്ട് വെച്ചു. ഈ കുട്ടൂസ് മോൻ്റെ കഴിഞ്ഞു വന്നേ, ഒരു ടാറ്റ പറഞ്ഞിട്ട് പോയി. ദാണ്ട് ഇതില് ദാണ്ട, നാളെ മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറ. എല്ലാരും വിഷ് ചെയ്യണേന്ന് പറ. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മോയ് അമ്മ പഠിക്കാൻ പോയേക്കുന്നു. അമ്മ കടയ്ക്കലോട്ട് ചെല്ലാൻ പറഞ്ഞതുകൊണ്ട് മോനെയും കൊണ്ട് അച്ചാച്ചൻ കടയ്ക്കലോട്ട് പോകുന്നു. ഒരു ടാറ്റ പറഞ്ഞിട്ട് പോകണം. പോയിട്ട് വരാന്ന് പറ. നാളെ കാണാന്ന് പറ. എൻ്റെ ബർത്ത്ഡേയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് ബർത്ത്ഡേ ആശംസ അയക്കണം അല്ലേ മോനെ? എൻ്റെ കുട്ടൂസ് മോനാണത്. എൻ്റെ കുട്ടൂസ് മോൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അങ്ങനെ കുട്ടൂസ് മോൻ പറയുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോവാം. കൊച്ചു കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. മോള് പഠിക്കാൻ പോയി. മോൾക്ക് 12:30 വരെ ക്ലാസ്സുള്ളൂ. അപ്പം അത് കഴിയുമ്പോൾ ഒന്ന് മോനെ അവിടോട്ട് കൊണ്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. അങ്ങനെ പോവുകയാണ്, അച്ചാച്ചൻ കൊണ്ട് പോവുകയാണ്. അപ്പം അരി ഞാൻ വേവിച്ചു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രിഡ്ജ് കേടായി, അതുകൊണ്ട് മാവ് വെച്ചിരിക്കാൻ പറ്റില്ല, പാല് കാച്ചി. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിലാണ്. ഫ്രിഡ്ജ് ഇടുമ്പോൾ ഒരു ചെറിയ ഇരപ്പുണ്ട്, അല്ലാതെ യാതൊരു ഇതുമില്ല. ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയി. പക്ഷേ അന്നേ നമുക്ക് വീട് പണി തീർന്നപ്പോഴേ ആ പിള്ളേരടുത്ത് പറഞ്ഞതാണ്, ഫ്രിഡ്ജ് ഒന്നിഞ്ഞ് പിടിച്ചുകൊണ്ട് വെച്ച് തരണേ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഇപ്പുറത്ത് പിടിച്ചുകൊണ്ട് വെച്ച് തരാൻ ആരുമില്ലായിരുന്നു. അതിലാണ് നമുക്കിപ്പം ഫ്രിഡ്ജ് ഇത്രയും. ഇപ്പം എവിടെ ഇരുന്നാലും ചിലപ്പോൾ പോകാനുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയാണ് പോയതെന്നും ഒന്നും അറിയില്ല. എന്തായാലും നമ്മളൊരു സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പെട്ടതില്ലാതാകുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്, അതും ഈ ചൂട് സമയത്ത്. അങ്ങനെ ചോറ് ഇതാക്കി ഇനി അടുത്ത പരിപാടിയിലേക്ക്. ഇന്നലെ മോള് പഠിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് വീട്ടിൽ കൂട്ടാൻ വയ്ക്കാനായിട്ട് വാങ്ങിക്കൊണ്ട് വരാനായിട്ട്. അങ്ങനെ അവിടെ വെണ്ടയ്ക്കും ബീട്രൂട്ടും ആണത്. ബീട്രൂട്ട് ചെറിയ ബീട്രൂട്ട്, 2-3 ബീട്രൂട്ട് അതുണ്ട്. അപ്പം ഞാൻ എന്തായാലും കേടാകുന്ന സാധനങ്ങൾ നമുക്ക് ആദ്യം എടുക്കാം അല്ലേ. അപ്പം നമുക്ക് ആദ്യം കോവയ്ക്ക എടുക്കാം. കോവയ്ക്ക കിടന്നാൽ പഴുത്ത് പോവും. അതുകൊണ്ട് നമുക്ക് കോവയ്ക്ക എടുത്ത് കോവയ്ക്കയും ഒരു ബീട്രൂട്ടും കൂടെ ഇട്ട് നമുക്ക് തോരൻ വയ്ക്കാം. കുറച്ച് മതിയല്ലോ, തോനെയൊന്നും വേണ്ട. അതിലൊരു ഉള്ളിയും കൂടെ ഇടുമ്പം റെഡി. അപ്പം ഞാൻ പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ ഒന്നും കമൻറ്റിലൂടെയൊന്നും അറിയിക്കുന്നില്ലല്ലോ. വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമൻ്റ് ഇടാത്ത കാര്യം എന്താണോ എന്തോ. ഞാനാണെങ്കിൽ ഒരു വീഡിയോ കണ്ടാൽ അതിന് കമൻ്റ് ഇടാതെ പോവുകയില്ല. ഞാൻ ഇപ്പോൾ വീട്ടിൽ വൈഫൈ ഉണ്ട്, പക്ഷേ അല്ലാതെ ഈ നെറ്റ് ചാർജ് ചെയ്യുന്ന മിക്കവാറും എല്ലാവരെയും വീഡിയോ കാണാനായിട്ടായിരിക്കും.
എൻ്റെ വീഡിയോ ഞാൻ ഇട്ട് അപ്ലോഡ് ആക്കുമ്പോഴത്തേക്ക് മിക്കവാറും അത് തികയൂല, അങ്ങനെ ഒരു സ്ഥിതിയിൽ വരും. ഇപ്പം പിന്നെ വൈഫൈ ഉള്ളതുകൊണ്ട് മഴയല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമുക്കൊരു തോരനും വെച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി അത് നല്ലപോലെ കട്ട് ചെയ്ത് നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. പിന്നെ പാല് കുറേ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. തൈരുണ്ട്, കണ്ടോ, നല്ല കട്ട തൈര്. ഒരു കൊച്ച് പുളിശ്ശേരിയും വെക്കണം, ധാരാളം അല്ലേ. എൻ്റെ കുട്ടൂസ് മോനൊരു കൊഴിയാളയാണിത്. കുട്ടൂസ് മോനൊരു ഉമ്മമ്മയും പൊരിച്ചും കൊടുക്കണം. പൊരിക്കണോ മക്കളെ? മോൻ്റെ ബർത്ത്ഡേക്ക് ചിക്കൻ മേടിക്കണോ? ചിക്കൻ മേടിക്കുമോ? ആര് പറഞ്ഞ്? അമ്മ പറഞ്ഞ? അച്ഛൻ ഇന്നലെ പറഞ്ഞ? ആഹാ, ചിക്കൻ മേടിക്കാൻ പറഞ്ഞ? അപ്പം അമ്മേടെ പറയണം ചിക്കനും മേടിച്ച് 1 കിലോ. ചുമ്മാ പറഞ്ഞതാ? നിന്റെ അമ്മയെ പോലെ നീയും എല്ലാം ചുമ്മാ പറയുമോ? അതുകൊണ്ട് മോനും കള്ളം പറ്റിച്ചാ? ഓ, എന്തരാ ആയിക്കോട്ടെ. നമുക്ക് എങ്ങനെയെങ്കിലും ഉള്ള ഇതിൽ മതി മക്കളെ, അല്ലേ? അയ്യോ, അമ്മാമ്മേടെ ബർത്ത്ഡേക്കാ? അമ്മാമ്മേടെ ബർത്ത്ഡേ ആര്? ആര് പറഞ്ഞ്? അമ്മാമ്മേടെ ബർത്ത്ഡേക്കാ? കള്ളത്തരം പറയല്ലേ കുട്ടൂസേ. ഇപ്പൊ സത്യമാണോ പറയണത്? നല്ല മോൻ. മക്കളെ അച്ചാമ്മയുടെ പോയി? എന്റെ അച്ഛമ്മ പോയി. അച്ഛമ്മക്ക് ഒരു മോനെ കിട്ടി, ഒരു ചേട്ടനും കിട്ടി. ഒരു അച്ചാമ്മയ്ക്ക് ഒരു മോനെ ഒരു ചേട്ടനെയും കിട്ടിയാ? പിന്നെ ഒരു മോളെയും കിട്ടിയാ? അയ്യോ, അപ്പൊ പിന്നെ ഇനി ആരെയും വേണ്ടേ അച്ചാമ്മക്ക്? ആഹാ, അതവരെ നാത്തൂനാണാ അച്ചാമ്മേരെ അവിടെ നിക്കുന്നതാ? അച്ചാമ്മ ഗൾഫിലാണോ നിക്കുന്നത്? അപ്പൊ നാത്തൂനോടുണ്ടാ? നാത്തൂന്റെ വീട്ടിലാണോ നിക്കുന്ന? ഓ, ആ നാത്തൂന്റെ വീട്ടിലാണോ സുധ ചേച്ചി പോയത്? അതമ്മ അറിഞ്ഞില്ല. ഗൾഫില് ഫ്ലാറ്റ്? ഫ്ലൈറ്റ് അല്ല, ഫ്ലാറ്റ്. ആ, ജർമ്മനിയിലും ഇങ്ങനെയൊക്കെ വരും. ജർമ്മനിയിൽ നീ ആരെയൊക്കെ കൊണ്ടുപോകും? നിങ്ങൾ രണ്ടുപേരെ പോകണം. കൊച്ചുങ്ങൾക്ക് കളിക്കാനുണ്ട്. പിന്നെ വേറെ ആരെയും കൊണ്ടുപോകില്ലേ നീ? നിന്റെ അച്ചാമ്മേനെയും അങ്ങനെ അച്ചാമ്മ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് നാട്ടിൽ വരും. അങ്ങനെ, അത് ശരി. ആ മാമയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു, അതല്ലേ? പിന്നെ ഇന്നലെ അച്ഛൻ വിളിച്ചപ്പോ എന്തായാലും ഓ, നിങ്ങളെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ ഞാൻ വരണം? അല്ല, വണ്ടി വിളിച്ച് ഇഞ്ഞ് വന്നോളണം. ഓ ശരി, ഓക്കെ. വണ്ടി വിളിച്ച് നമ്മൾ വന്നോളണം അല്ലേ? നിങ്ങൾ വണ്ടി കയറ്റി വിടേയില്ല? നമ്മളെ വീട്ടില്? ഓ ശരിയടേ, പറഞ്ഞതുപോലെ. നീ ആള് ബുദ്ധിമാനാണ് കേട്ടാ, നീ അതിബുദ്ധിമാനാണ്. അല്ലേ കുട്ടൂസോനെ? കുട്ടൂസുമോന് ബുദ്ധി കൂടുതലാണ് അല്ലേ കുട്ടൂസോനെ? അയ്യോ, എല്ലാവർക്കും ഒരു ഹായ് എന്ന് പറ. എൻ്റെ കുട്ടൂസുമോനെ തിരക്കും എല്ലാവരും. കുട്ടൂസുമോ എന്തിയേ, ആദിമോ എന്തിയേ? ഒരു ആദിക്കുട്ടൻ ചട്ടമ്പി ഇന്നലെ കണ്ട അമ്മമ്മ വിളിച്ചപ്പോൾ, ഒരു ആദിച്ചങ്കരെ.
ഞാൻ കണ്ടേ. ഉം. കണ്ടു. കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല, കുഞ്ഞു പൂമ്പൊടിയായി മഴയായി പൊന്നു മനക്കുഞ്ഞാരും. കണ്ടു കണ്ടില്ല, കേട്ടു മമ്മി ഫോട്ടോ ഒക്കെ എടുക്കാല്ലേ ഇതില്? മമ്മിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാല്ലേ? എടുക്കാല്ലേ? ഓമനിക്കുഞ്ഞാരും പൂക്കുമ്പോൾ കളിപ്പനി ഇവിടെയുണ്ട്. മമ്മി ബിസി കൊള്ളാം. അമ്മ ധാരോത്സന്ന മാമ ചേച്ചതാ. ഇതോടിക്കാൻ പോയായിരുന്നു. അപ്പൊ നമുക്കൊരു അമ്മാമ്മയും തന്നു. ഒരു അമ്മാമ്മ നമുക്കൊരു കസായ മേശയും തന്നു. എന്നിട്ട് ഞാൻ ആദ്യം എനിക്കൊരു മേശ, ആദ്യക്കൊരു കസാര, അവന് 2 കസാരയായിരുന്നു. അതെങ്ങനെ വന്നു മാമ? മേശ കസേരയൊക്കെ എന്തി? ആ മേശ കസാരൊക്കെ ആദ്യം കൊണ്ടുപോയി. മോന്റെ എന്തി? അവന് 3 ഉണ്ടോ? എന്തോ മമ്മക്ക് അറിഞ്ഞൂടേ. അവന് മോര് പാട്ട് പാടണോ? മോര് പാട്ട് പാടിയാണ്. നാളെ ബർത്ത്ഡേക്കൊക്കെ പാടാനുള്ള നല്ലൊരു പാട്ട് പാടിയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി വിഷു, ഹാപ്പി ബർത്ത്ഡേ കുട്ടൂസ് മോനെ. വിഷു പറയണോ? വിഷു അത് പിന്നെ ആ മോന്റെ പേരാണ് ആദ്യം പറയാം. വേറെ വിഷുവിന് പാട്ടൊക്കെ ഉണ്ട്. ഇതിഞ്ഞെടുത്താ സവാള ഇങ്ങോട്ടല്ല, ഇതിഞ്ഞെടുത്താ സവാള എടുത്താ എടുത്താ ഓണ്ട. മോനത് പോവാൻ വിളിക്കുന്നു. ചെല്ലേ വലിയ ഉള്ളി അതിന്റെ താഴെ അടിയിൽ കിടക്കുന്ന പോടാ, ഇതല്ല എന്റെ കുട്ടൂസ് മോൻ ദോ പോണം. പോയി കുട്ടൂസ് മോനും അച്ചാച്ചനും കൂടെ കടയ്ക്ക് പോകാനായിട്ട് പോയി. അങ്ങനെ ഞാൻ ഈ ചോപ്പർ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നോക്കട്ടെ. ഓരോന്നിനും ഓരോ രീതികളായിരിക്കുമല്ലോ. ശരിയാവുന്നില്ല, ഇട്ട് നോക്കട്ടെ എന്തായാലും. അപ്പം നമുക്ക് ആദ്യം തന്നെ മീൻ വറുത്താലോ.
മീൻ വറുക്കാനായി ഞാൻ ഫ്രൈ പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. മീൻ കൂട്ടാൻ വയ്ക്കാനായിട്ട് മീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചു. അതിൽ കൂട്ടാൻ വയ്ക്കാൻ ചേർക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മീൻ പൊരിക്കാനായി ഞാൻ ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് മീൻ ആദ്യം വറുക്കാനായിട്ട് നോക്കിയാലോ. ചൂട് രാവിലെ ഭയങ്കര ചൂട്, മഴ ഇപ്പം തുടങ്ങും, മഴയുള്ള ചൂടാണ്, ഇത്രയും ചൂട് ഉണ്ടോ. അപ്പം മീൻ അരപ്പുരട്ടി വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് എനിക്കൊരു കോള് വന്നു. അപ്പോൾ ആ കോള് എടുക്കേണ്ടി വന്നു. ആ സമയമാണ് ഞാൻ ഒത്തിരി വന്ന് ആ സമയം പിന്നെ ഞാൻ പോയി മീനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. അപ്പം നമുക്ക് മീൻ വറുക്കാനായിട്ട് ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതേ മീൻ പറക്കി ഇടുകയാണ്. നല്ല സൂപ്പർ കൊഴിയാളയാണ് കേട്ടോ. ഇതിൽ കണ്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു. അല്ല, നമുക്കിവിടെ ഒരു പാല് കാച്ചുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ സുരേണൻ്റെ പെങ്ങൾ പാരിപ്പള്ളിയിൽ നിന്ന് തോട്ടക്കാട്ടുനിന്ന് സുരേണൻ്റെ മൂത്തേച്ചൻ്റെ മോള് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്നിട്ട് എന്തായാലും മഴയ്ക്ക് മുമ്പേ അവർക്ക് കടയ്ക്ക് നിന്ന് ബിൻസി മോളെന്ന് പറഞ്ഞാൽ ഇന്ന് ആരൂരിച്ചൊന്ന് തിരിഞ്ഞ് പോകണം. അതിൽ പോകാനായിട്ട് നമുക്കിതിലെ 3:45 ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലങ്ങ് പോകാനായിട്ട് പോയി. അങ്ങ് എത്തിയിട്ട് 5 മണിയായപ്പം വിളിച്ചു. അപ്പം മീൻ ഫ്രൈക്കുള്ള ഇതാണ് ഞാൻ അടുപ്പിലേക്ക് വെച്ചത്. ഇനി നമുക്ക് മീൻ കറിയും കൂടി വെക്കണം. ഇതൊരു തോരൻ വെക്കാനായിട്ട് ഞാനത് അരിഞ്ഞ് ചോപ്പറിലേക്ക് ഇട്ടിട്ട്, ചോപ്പർ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. എത്രത്തോളം ഇത് എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളത് ഞാൻ നോക്കട്ടെ. മോള് വന്നെങ്കിൽ എൻ്റെ ഫുള്ള് ഇതെനിക്ക് അറിയാൻ പറ്റൂ. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ അറിയാം. പക്ഷേ ഞാനൊരു ചോപ്പർ മുമ്പ് കുറഞ്ഞൊരു ചോപ്പറായിരുന്നു, നമ്മളെ ഇതിൽ നിന്ന് മേടിച്ചായിരുന്നു. മറ്റേ സാധനങ്ങൾ കൊണ്ടുവരുന്ന ഇതിനായിട്ട് ഞാനൊന്ന് നോക്കട്ടെ. ആദ്യമായിട്ട് ഉപയോഗിക്കാൻ എടുക്കുകയും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ പിടിവിടാതെ നമുക്ക് സാധാരണ ചോപ്പറിൻ്റെ എല്ലാത്തിൻ്റെയും രീതി ഒരേ ഇതാണ്. പക്ഷെ മറ്റേ നല്ല എളുപ്പത്തിൽ അങ്ങ് ഇടുകയെല്ലാം ചെയ്യാമായിരുന്നു. 190 രൂപയും കണ്ടേ ഉള്ളായിരുന്നു. അത് നമ്മുടെ അമ്പലത്തിൽ വന്നപ്പോഴേ അവിടുന്ന് കുറേ ക്യാരറ്റ് അരയ്ക്കാൻ അരിയാൻ കൊണ്ടുവന്നു. അപ്പോൾ ഈ മോൾ ആ ക്യാരറ്റ് വെട്ടി ഇതിലിട്ട് പിടിച്ചപ്പോഴത്തേക്ക് തോനെയായപ്പോഴത്തേക്ക് അത് ഒത്തിരി പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ വള്ളിയിൽ നിന്ന് പൊട്ടിപ്പോയി. പറ്റുമെന്ന് നോക്കാം. ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. കാര്യം ആദ്യം നമ്മൾ കുറച്ചേ വെക്കുന്നതും ഉള്ളു. പക്ഷേ ഇട്ടപ്പോഴത്തേക്ക് ഇതാവുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ മാറ്റിയിട്ടിട്ടതാണ്.
ഓടണ്ട ഓടണ്ട ഓടിക്കുണ്ട ഓമന പൂമുഖം വടിടേണ്ട ഓമന പൂമുഖം വാടാതെ ഇതൊക്കെ തീ കുറച്ച് വയ്ക്കാം. കുടിക്കുന്ന നമുക്ക് മീനും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. അത് നന്നായി കടയിൽ പോയി ഇരുന്നുകൊണ്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇവിടുത്തെ മീൻകാരനെ കാണുന്നില്ല. ആ മീൻകാരൻ്റെ നിന്ന് വാങ്ങിച്ചത് എങ്ങനെയെന്നറിയത്തില്ല, ആയിരിക്കും ചിലപ്പം. എന്തായാലും 2 ദിവസം കൊണ്ട് ഇങ്ങോട്ട് മീൻ കൊണ്ടുവരുന്നില്ല. രൂപം കാത്തിരിക്കുന്നുണ്ടോ ദുനിയാവിൽ സ്ഥിരമില്ല ഇരിയും നേരം ഞാൻ ഇതുകൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ, അരിഞ്ഞെടുക്കട്ടെ. പിന്നെ തോരൻ അടുപ്പിലേക്ക് വെച്ച് ബീട്രൂട്ടും ഉള്ളിയും കോവയ്ക്കയും കൂടിയാണ് തോരൻ അടുപ്പിലേക്ക് വെച്ചത്. ഇനി നമുക്ക് മീൻ കറി അടുപ്പിൽ വയ്ക്കണം. അതിന് നമുക്ക് ഞാനിതെല്ലാം ഒന്ന് അരച്ചെടുക്കട്ടെ. തോരൻ അരപ്പിട്ട് ഉപ്പും അരപ്പൊക്കെ ഇട്ട് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്കത് ഇളക്കി ഇറക്കിയാലോ. വേണ്ട, നല്ല സൂപ്പർ ഗുണമുള്ള തോരനാണ്. ബീട്രൂട്ടും കോവയ്ക്കയും സവാളയും കൂടിയാണ് തോരൻ വെച്ചിരിക്കുന്നത്. ബീട്രൂട്ടൊക്കെ കൊച്ചുങ്ങൾക്ക്
സ്കൂളിൽ പോകുമ്പോഴായാലും ചോറിനോട് ഉൾപ്പെടുത്തുന്നത് ഒരു നല്ല കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു രക്തക്കുറവും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഉള്ള കൊച്ചുങ്ങൾക്ക് ബീട്രൂട്ടും 2 ഈത്തപ്പഴവും അതെല്ലാം കൂടി ജ്യൂസ് അടിച്ചൊക്കെ കൊടുക്കുന്നതും നല്ല ഒരു ഇതാണ്. കണ്ടോ, ഇതിപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ വയ്ക്കാൻ പോകുന്നത് സൂപ്പർ മീൻകറിയുടെ ഡിഷാണ്. ഒരു സൂപ്പർ മീൻകറിയാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അത് ഞാൻ പാൻ അടുപ്പിലേക്ക് വെച്ചു. ഇത് ചട്ടിയിൽ ഞാനിത്തിരി മോരും കൂടി കാച്ചി വെച്ചിരിക്കുകയാണ്. മോര് കറി പുളിശ്ശേരി വേണ്ടോ, അതുകൂടി ഒന്ന് അനക്കി അതിനൊന്ന് കടുക് കൂടെ പൊട്ടിക്കണം. അപ്പോൾ അപ്പുറത്ത് അടുപ്പിലേക്ക് വെച്ച് അതൊന്ന് അനക്കാം. അപ്പോൾ ഇതിൽ കടുക് വറുക്കുമ്പം നമുക്ക് അതിലൂടി ഒഴിക്കുകയും ചെയ്യാം. അപ്പം നല്ലൊരു സൂപ്പർ മീൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, നല്ല മീൻ നല്ലതുപോലെ കഴുകി റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ചേർക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്. തക്കാളിക്ക ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാത്തത്. അല്ലെങ്കിൽ തക്കാളി ഉള്ളവർ തക്കാളി ചേർക്കാൻ മറക്കരുത്. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കുടംപുളി ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ ആദ്യം ഒത്തിരി കടുക് വറുത്തിട്ട് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇതൊരു നല്ല ഡിഷാണ്. നിങ്ങൾ നല്ലൊരു മീൻകറിയാണ്. ഡിഷല്ല, അയ്യോ മാറിപ്പോകുന്നതാണ്. ഇത് നല്ലൊരു മീൻകറിയാണ്. മീൻകറി പല രീതിക്കും നമുക്ക് ഏത് രീതിക്ക് പച്ചക്കരച്ച് വേണമെങ്കിൽ പച്ചക്കരച്ച്, വറുത്തരച്ച് വേണമെങ്കിൽ വറുത്തരച്ച്, പിന്നെ കുടംപുളിയിട്ട് മുളക് വെച്ചതങ്ങനെ, അതല്ല അതിൻ്റെ കയപ്പ് മാറ്റി അല്ലാത്ത രീതിക്ക് വയ്ക്കുന്നത്. അങ്ങനെ പല പല മീൻകറികളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ ഒരു നല്ല ഒരു ഇപ്പം നമുക്ക് മീൻ കുറവാണല്ലോ. ഇനി ഞാൻ അതിലേക്ക് ഇടുന്നത് കറിവേപ്പാണ്. കുട്ടൂസുമോനും കസനും കൂടെയൊക്കെ കടയ്ക്ക് പോയി കഴിഞ്ഞാൽ മഴ ചാറ്റൽ തുടങ്ങി. ഇനിയിപ്പോൾ എല്ലാം ഓഫൊക്കെ ചെയ്തിടണം. കാര്യം ഇതിൻ്റെ കൂടെ കാണും ഇടിയും. അതുകൊണ്ട് ഞാനൊരു മോരുകറി അനന്ന് ഇതാക്കട്ടെ, ഓഫ് ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് ഇതിന് കടുപൊട്ടിച്ചെന്ന് മൂക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറച്ച് മോരുകറിയിലേക്കൊന്ന് ഒഴിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇനി വേറെ താളിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് താളിച്ചതിലേക്ക് ഒന്ന് ഉള്ളിയും കൂടെയൊക്കെ ഇട്ടൊന്ന് ഇതാക്കിയിട്ട് അതിലേക്ക് കൂടി ഒഴിക്കാമെന്ന്. ഇനി ഞാൻ ഒരു കാര്യം ഇടാൻ മറന്നുപോയായിരുന്നു. 2 ഉലുവ കൂടി മോരുകറിക്ക് ഇടുന്നതായാലും മീനിടുന്നതായാലും എപ്പോഴും നല്ലതാണല്ലോ. അപ്പം മോരുകറിക്കും നമ്മൾ കടുക് വറുക്കുമ്പോഴത്തേക്ക് 2 ഉലുവ ഇടുന്നത് നല്ലതാണ്. നല്ല സ്വാദുണ്ടാവും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് അതിലേക്കൊന്ന് മോരുകറിക്കൊന്ന്
ഒഴിക്കട്ടെ. മോര് കറി റെഡി ആയിട്ടുണ്ട്. ഒരു ഉപ്പ് കുറവുണ്ട്, നമുക്ക് ആ ഉപ്പ് ഇടാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോറ് വിളമ്പുമ്പോഴായിരിക്കും ഓർമ്മിക്കുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയുമാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നത്. അത് അതിലേക്ക് ഇട്ടു. അതൊന്ന് വാടാനായിട്ട് നമുക്കതിലേക്ക് പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും. നമ്മുടെ മീൻ കറിക്ക് നമുക്ക് ഉപ്പിടുകയും വേണമല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. ഉപ്പ് കൂടി ഇട്ടു. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യമായ പൊടി നമുക്ക് ചേർക്കാം. ചില ആൾക്കാർ മുളക് പൊടി തോനെയും ചേർക്കും, പക്ഷേ മല്ലിപ്പൊടി ഒട്ടും ചേർക്കത്തില്ല. നമ്മൾ മല്ലിപ്പൊടി ചേർക്കാതെ മീൻ കറി വയ്ക്കത്തില്ല. ഇതിപ്പം ഞാനിട്ടത് മഞ്ഞപ്പൊടിയാണ്, പൊടിച്ച മഞ്ഞപ്പൊടിയാണത്. മുളക് പൊടി, മഞ്ഞപ്പൊടി അതിൻ്റെ ഇതൊന്നും നമ്മൾ പാകത്തിന് പറഞ്ഞു തരാൻ പറ്റില്ല. അതപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇപ്പം മുളക് പൊടി എരിയുള്ളതാണെങ്കിൽ അതനുസരിച്ച് അങ്ങനെ ഇടുക. ഇപ്പം മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. ഇനി ഞാനിടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ഇട്ടു. ഉലുവ കടുക് വറുത്തപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ പൊടി ഇടേണ്ട ആവശ്യമില്ല. മറ്റേ ഉലുവ ഞാൻ കടുക് വറുത്തപ്പോഴത്തേക്ക് അതിലിട്ടേക്ക് ഇളക്കിയത് കൊണ്ട് അതിലേക്ക് ഇനിയിപ്പോൾ അത് ഇടേണ്ട ആവശ്യമില്ല. അപ്പം ഇതിലേക്കിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഈ കുടംപുളി വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നുണ്ടോ, ഞാനതങ്ങ് അതിലേക്ക് ഒഴിച്ചു. കണ്ടോ, കുടംപുളി ഞാൻ വെള്ളത്തിട്ട് വെച്ചിരുന്ന ആ വെള്ളവും അതും കൂടി കുടംപുളിയും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർക്കാം. ഇപ്പോൾ തന്നെ കണ്ടോ നല്ല ഒരു ആ കറിയുടെയൊക്കെ ഒരു ഇത് കണ്ടോ ആ വറുത്ത് നല്ല ഒരു ഇതായതിൻ്റെ ഒരു മണവും വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർക്കാം. ഇനി അതൊന്ന് ശകലം ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് വെട്ടി തിളയ്ക്കാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചിടാം. അടച്ചിട്ടതിന് ശേഷം നമുക്ക് മോര് കറിയും നമുക്കങ്ങ് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പം പുളിമുളകും ഇങ്ങനെ കുടംപുളിയിട്ട് അത് വയ്ക്കുന്നത്, കുടംപുളിയിട്ട് മുളകിട്ട് വയ്ക്കുന്ന മീനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ആണ് ഇപ്പോൾ ഞാൻ വയ്ക്കുന്നത്. പക്ഷേ അതിനിടയ്ക്ക് വെച്ച് നമുക്ക് ഇവിടെ ഈ മുളക് പൊടിയും ഇത് മാത്രം ചേർത്ത് വയ്ക്കുമ്പം കുഞ്ഞിന് കൊടുക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല
ഒത്തിരി ഒരു കരണ്ടി കൊള്ളുന്ന എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ തേങ്ങ മതി. 1 സ്പൂൺ തേങ്ങ നമ്മൾ നല്ല വടി അരച്ച് ഈ മീൻ കറിയിൽ ചേർക്കുകയാണെങ്കിൽ ആ പുളിമുളകിൻ്റെ ഒരു കയർപ്പ് നമുക്കങ്ങ് മാറ്റി കിട്ടും. എന്ന് പറഞ്ഞാൽ ആ ഒരു എരിയുടെ ഇതങ്ങ് മാറ്റി കിട്ടാൻ സാധ്യത നല്ല ഇതാണ്. ഇത് നല്ലൊരു അറ്റംപ്റ്റാണ്. അതുകൊണ്ട് നിങ്ങളത് പരീക്ഷിക്കാൻ മറക്കരുത്. നല്ല ഒരു കാര്യമാണ്. കാര്യം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കുന്നതിനും ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കണ്ടോ, ഇത് ഒരു ശകലം തേങ്ങയേ ഉള്ളൂ, ഒരു കരണ്ടി തേങ്ങ. അത് നമ്മളൊന്ന് നല്ലപോലെ വടി അരച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അത് വേറെ. അതല്ല ഇങ്ങനെ തന്നെ വെക്കണമെന്നുള്ളവർക്ക് ഇനി ഇത് അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ വെച്ചാൽ മതി. പക്ഷേ ഇതൊരു നമ്മുടെ മീൻ കറിയിലെ ഒരു ട്രിക്കാണ്. അത് നിങ്ങൾക്ക് കൂടി ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളുള്ള വീട്ടിലും നമുക്ക് അല്ലാതെ ആയാലും എരിയൊന്നും തോനെ കൂട്ടാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതുകൂടി ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പം അതിലേക്ക് ഞാൻ മീൻ പറക്കിയിടുകയാണ്. കണ്ടോ, കറി നല്ലപോലെ തിളച്ചു. അപ്പോൾ അതിലേക്ക് ഞാൻ നല്ലതുപോലെ മീൻ പറക്കിയിട്ട് അതിൽ നല്ലതുപോലെ പൊതിഞ്ഞ് കിടക്കണം കറി, എങ്കിലേ അതിനൊരു ടേസ്റ്റ് നല്ലപോലെ ഉപ്പും മുളകും ഒക്കെ പിടിച്ച് നല്ല ഇതായിട്ട് വരികയുള്ളൂ. എന്നിട്ട് നമുക്കിതങ്ങ് അടച്ചിടാം. നല്ലപോലെ തിളച്ചൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് അടുത്ത എന്താണെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അതൊന്ന് തിളച്ച് റെഡിയാവട്ടെ. അപ്പം കറി നല്ലതുപോലെ തിളച്ച് ആ കളർ കണ്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തന്നെ കുടംപുളിയിട്ട് മുളകിട്ട് വെച്ച് അങ്ങനെ ആ ഇതിൽ തന്നെ കൂട്ടുന്നവർക്ക് ഇതിൽ പിന്നെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഞാൻ 1 കരണ്ടി തേങ്ങ അരച്ച് അത് ഇത്ര അതിലേക്ക് ഒഴിച്ചതാണ്. ഇനി അതെല്ലാം കൂടി ഒന്ന് നല്ല ലെവലായി വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാം. നമുക്ക് മീൻകറി ഒന്ന് തുറന്ന് നോക്കിയാലോ. മീൻകറി നല്ല സൂപ്പർ മീൻകറിയായിട്ട് വരുന്നുണ്ട്. നല്ല അടിപൊളിയായി നല്ല വറ്റി നല്ല ഇതായി വരുന്നുണ്ട്. നമുക്കൊരു ശകലം കൂടി പുളിയുണ്ടോ. ഇത് നല്ല ചന്തയിൽ നിന്ന് മേടിച്ച പുളിയും ഒന്നുമല്ല കേട്ടോ, നമ്മളെ ഒറിജിനൽ പുളിയാണ്. അതേത് കണ്ടോ, കണ്ടോ നല്ല തടിയത്തുണ്ട് പുളി ഉണ്ടോ. പോയി സൂപ്പറാണ് കേട്ടോ. മരുമോളെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തൊരു അച്ചായന്മാരുണ്ട്, അവരെ വീട്ടിലെ പുളിയാണ്, അടിപൊളിയാണ്. അപ്പം നമുക്കിന്ന് ഇതൊന്ന് നീരൊക്കെ തെളിയാനായിട്ട് നമുക്കൊന്ന് തീ കുറച്ച് ഇട്ടേക്കാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീൻ കറി നമുക്ക് തുറന്ന് നോക്കിയാലോ. നല്ല സൂപ്പറായിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾ കാണത്തുണ്ടോ. നല്ല സൂപ്പർ മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല വറ്റി നല്ല സൂപ്പറായി നല്ല ഒരു അടിപൊളി മീൻ കറി ആയിട്ടുണ്ട്. ഉപ്പും എരിയും പുളിയും എല്ലാം കറക്റ്റാണ്. കുടംപുളി ഇട്ട് വെച്ച മീൻ കറിയാണ്. നല്ല അടിപൊളി ഒരു മീൻ കറിയാണിത്. നിങ്ങൾ ഇത് വെച്ച് നോക്കാൻ മറക്കരുത്. അത്രയ്ക്കും ഉറപ്പുള്ളത് കൊണ്ടും ഞാൻ വെച്ച് ഇതായതുകൊണ്ടുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് വെച്ച് ഇതിൻ്റെ കമൻറ്റുകൾ എന്നെ അറിയിക്കാൻ നിങ്ങൾ മറക്കരുത്. ഞാൻ പറഞ്ഞത് കള്ളമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായും എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. കാര്യം അത്രയ്ക്ക് നല്ല ഒരു മീൻ കറിയാണിത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ മീൻ കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ
പിന്നെ നിങ്ങൾ എന്താണ് ഒരു കമൻ്റ് ഇടാത്തത്? എനിക്ക് വളരെ വളരെ വിഷമമുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും വീഡിയോ കാണും, പക്ഷേ ഒന്നും കമൻ്റ് ഇടുന്നില്ല. എനിക്കതിന് ഒരുപാട് വിഷമമുണ്ട്. ചെറിയ ഒരു സിമ്പിൾ വീഡിയോ ഒക്കെ ഇട്ട് ചെറിയ ചാനലിൽ പോലും ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. എനിക്ക് ഒത്തിരി വിഷമം. ഞാൻ നിങ്ങൾക്കെല്ലാം ഞാൻ ചാനൽ കാണുന്നതിലെല്ലാം ഞാൻ ഒരു ഹായ് എങ്കിലും കാണിച്ച് ഞാൻ കമൻ്റ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം എന്നെ കമൻറ്റിലൂടെ, ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം, മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ.